നമസ്കാരം. നിറങ്ങളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് നിറങ്ങളാണ്. ആദ്യത്തെ നിറം നീല നിറമാണ്. രണ്ടാമത്തേതായ നിറം മഞ്ഞ നിറമാകുന്നു. ഈ രണ്ട് നിറങ്ങളിൽ ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനെ സംഭവിക്കുന്നതായ ആ കാര്യങ്ങൾ അതേക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. മനസ്സിലെ ആഗ്രഹങ്ങൾ നടക്കുമോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. അതിനാൽ ഏവരും ഇഷ്ടദേവതയെ ഒരു നിമിഷം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഈ രണ്ട് നിറങ്ങളിൽ ഒരു നിറം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഫലങ്ങളെക്കുറിച്ച് ഇനി പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമമോ ഓം നമോ നാരായണായ എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നിറമായ നീല നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ത്യാഗം ചെയ്യുന്നവരാണ് ഇവർ. എത്ര വേദനയിലും ചിരിക്കുവാൻ സാധിക്കുന്നു എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. പലപ്പോഴും പല കാര്യങ്ങളും തങ്ങൾക്ക് അനിവാര്യമാണ് എങ്കിൽ പോലും മറ്റുള്ളവർക്ക് മുൻപിൽ അത് ത്യജിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി അത് ത്യാഗം ചെയ്യുവാൻ മനസ്സുള്ളവരാണ്. മറ്റുള്ളവർക്ക് ഉയർച്ച വന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരുമാകുന്നു. പലപ്പോഴും ജീവിതത്തിൽ രക്ഷ നേടുവാൻ സഹായകരമായ പല അവസരങ്ങളും നഷ്ടമായിട്ടുള്ള വ്യക്തികൾ കൂടിയാണ് ഇവർ. പലപ്പോഴും ദേഷ്യം ജീവിതത്തിലേക്ക് കടന്നു വരാം. പെട്ടെന്ന് തന്നെ കടന്നു വന്നു എന്ന് വരാം. എന്നാൽ ആരെയും ചതിക്കാത്തവരാണ് നിങ്ങൾ. ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. പെട്ടെന്ന് തന്നെ നടക്കുവാനുള്ള സാധ്യതകളില്ല. എന്നാൽ ഘട്ടം ഘട്ടമായി നിങ്ങൾ അതിൽ വിജയം നേടുകയും ആ ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. 3 മാസത്തിനകം തന്നെ ആ കാര്യം നടക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. അതിനായുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ ഒരിക്കലും വേണ്ട എന്ന് വയ്ക്കുവാൻ പാടുള്ളതല്ല. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രേരണയാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതിനേക്കാൾ സ്വയം ചിന്തിച്ച് തീരുമാനത്തിലെത്തുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 3 മാസത്തിനുള്ളിൽ തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. മറ്റുള്ളവരോട് വളരെയധികം വിനയത്തിൽ പെരുമാറുന്നു എന്നത് നിങ്ങളുടെ സവിശേഷതയായി തന്നെ പരാമർശിക്കാം. നിങ്ങൾക്ക് അർഹതപ്പെട്ടത് പലപ്പോഴും മറ്റുള്ളവർ കൈക്കലാക്കിയിരിക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് പലപ്പോഴും നിങ്ങൾക്ക് വേദനിപ്പിക്കുന്ന, വേദന ഇരട്ടിയാക്കുന്നതായ കാര്യങ്ങളാണ് എന്നതും ഓർക്കേണ്ടതായിട്ടുണ്ട്. കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുന്നതായ വ്യക്തികളാണ് നിങ്ങൾ. പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ കാര്യങ്ങൾ അർഹതയില്ലാത്തതായ വ്യക്തികൾക്ക് പോലും ലഭിക്കുന്നതായ സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞ വ്യക്തികൾക്ക് അത്തരം കാര്യങ്ങൾ ലഭിക്കുന്നതായ സാഹചര്യം. പലപ്പോഴും മനസ്സ് മടുക്കുന്നു എങ്കിൽ പോലും കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ പലപ്പോഴും നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നവരാകുന്നു. പല വിധത്തിലുള്ള നഷ്ടങ്ങൾ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ 3 മാസത്തിനകം തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. അതിനാൽ തീർച്ചയായും നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ പല കാര്യങ്ങളും പലപ്പോഴായി മാറ്റി വയ്ക്കുന്നവരാണ് നിങ്ങൾ. ഒരിക്കലും നിങ്ങൾ അപ്രകാരം ചെയ്യരുത്. ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ പ്രവർത്തിക്കുവാൻ ശ്രമിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. എത്ര വലിയ വീഴ്ച നിങ്ങൾക്ക് സംഭവിച്ചാൽ പോലും, തിരിച്ചടികൾ നേരിട്ടാൽ പോലും അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുവാൻ, ഉയർന്നു വരുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതും
നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. അതിനാൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യം, നിങ്ങളുടെ ദുഃഖങ്ങളും വിഷമതകളും അത് താൽക്കാലികമാണ് എന്ന് മാത്രമാകുന്നു. രണ്ടാമത്തെ നിറമായ മഞ്ഞ നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. വളരെയധികം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനായുണ്ട്. എന്നാൽ കാര്യങ്ങൾ ഒന്നും ഭംഗിയായി നടന്ന് കിട്ടാത്തതായ സാഹചര്യം, ലഭിക്കാത്തതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അത് വളരെ വിഷമകരമായ ഒരു ഘട്ടമാണ് എന്നതാണ് വാസ്തവം. എന്നാൽ കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യമാകുന്നു. ക്ഷമ വേണ്ടയിടത്ത് പ്രകടിപ്പിക്കാത്തതിനാൽ പല രീതിയിലുള്ള അബദ്ധങ്ങൾ, നഷ്ടങ്ങൾ, തിരിച്ചടികൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അത് മുൻകൂട്ടി കണ്ട് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട്, എന്നാൽ പലപ്പോഴും ക്ഷമ കാണിക്കാത്തതായ അവസ്ഥ, അത്തരം ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾക്ക് വളരെ ദോഷകരമായി തിരിച്ചടികൾക്ക് കാരണമായി തീരും. അതിനാൽ ആഗ്രഹങ്ങൾ നടക്കുവാനായി അല്പം ക്ഷമയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. അതല്ല എങ്കിൽ തിരിച്ചടികൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും. തീർച്ചയായും അല്പം ശ്രദ്ധയോടെ തന്നെ കാര്യങ്ങൾ വീക്ഷിക്കുക, ശ്രമങ്ങൾ നടത്തുക. കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ കാര്യങ്ങൾ അനുകൂലമായി തീരും. ചില ഉപദേശങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായി ഭവിക്കും. തീർച്ചയായും 2 മാസത്തിനുള്ളിൽ തന്നെ കാര്യങ്ങൾ അനുകൂലമായി തുടങ്ങുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. മനസ്സിലുള്ള ചില ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത ഈ സമയം വർദ്ധിക്കുകയും ചെയ്യും. എന്നാൽ വന്നു ചേരുന്നതായ അവസരങ്ങൾ, ലഭിച്ചിട്ടുള്ളതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പലരെയും നിങ്ങൾ വിശ്വസിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അതിൽ ചിലരെങ്കിലും നിങ്ങളെ പല രീതിയിലും താഴ്ന്നു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നതാണ് വാസ്തവം. നിങ്ങളുടെ അഭാവത്തിൽ പല രീതിയിലും തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ പരദൂഷണം തന്നെ അവർ പറയുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതെ കാര്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് ദൈവം തിരിച്ചു ചോദിക്കും എന്ന മനോഭാവത്തിൽ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. പലപ്പോഴും സ്വയം നഷ്ടങ്ങൾ സംഭവിക്കുകയും മനസ്സ് വളരെയധികം വിഷമിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. കർമ്മരംഗത്തോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ചില പ്രശ്നങ്ങളുണ്ട്. ജീവിത വിജയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് ലക്ഷ്യബോധത്തോടെ തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഏതൊരു തിരിച്ചടി വന്നാലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ കൃത്യമായി തന്നെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ 2.5 മാസത്തിനുള്ളിൽ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. നടക്കുന്ന കാര്യങ്ങൾ അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. സൗഭാഗ്യങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. തടസ്സങ്ങൾ വന്നാലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഈ കാലയളവിൽ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ തീർച്ചയായും ശ്രദ്ധയോടെ തന്നെ ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കുക.